ഹായ് ഡിയർ ഫ്രണ്ട്സ്, കുറേ അധികം നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ചെയ്യുകയാണ്. നമ്മുടെ ബിഗ് ബോസ് ഷോ ഇപ്പം അവസാനിച്ചു, റിസൾട്ടൊക്കെ വന്നു, എല്ലാവർക്കും അറിയാം അനുമോളായിരുന്നു വിന്നറായിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ നിന്ന് ലാലേട്ടൻ പറഞ്ഞ ഒരു ബൈറ്റ് അത് ഇൻസ്റ്റയിൽ വന്നാണ്. ഞാൻ അതിൻ്റെ കുറച്ച് ഭാഗങ്ങളിലൂടെ ഒന്ന് പ്ലേ ചെയ്യാം. അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ ആംഗിളിൽ നിന്നൂടെ ചിന്തിക്കണം അല്ലേ? ഒരു സ്ത്രീയോടാണ് ഒരു കാര്യം ചോദിക്കുന്നത്. അപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിച്ചിട്ടല്ലേ യെസ് എന്നോ നോ എന്നോ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനെ അവർ വളരെ കാര്യമായിട്ട് പറഞ്ഞു. അപ്പോൾ അതിന് അവർക്ക് സമയം കൊടുക്കണം അല്ലേ? എൻ്റെ പ്രണയം എന്ന് പറയാൻ ഉടനെ യെസ് എന്ന് പറയാം, അങ്ങനെ പറ്റില്ലല്ലോ. അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കണ്ടേ. നിങ്ങളെല്ലാവരും കണ്ടല്ലോ, ഇതിൽ അനീഷ് അനുവിനോട് സ്വന്തം ഇഷ്ടം രേഖപ്പെടുത്തി, സ്വന്തം ഇഷ്ടം പറഞ്ഞതിന് ശേഷമുള്ള ഒരു ലാലേട്ടൻ്റെ ഒരു പ്രതികരണമാണ് നമ്മളിപ്പോൾ കണ്ടത്. അതിനകത്ത് ലാലേട്ടൻ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, അനുമോള് മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദേഷ്യപ്പെട്ട് എണീറ്റ് പോകുന്ന പോലെ തോന്നി, അതെന്തിനാണ് അങ്ങനെ ദേഷ്യപ്പെടുന്നത്? അപ്പോൾ തീർച്ചയായും അത് അല്ലേ, ആ ലാലേട്ടൻ്റെ ആ സ്റ്റേറ്റ്മെൻറ്റിനെയാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതായത് തീർത്തും പോസിറ്റീവായിട്ടാണ് അദ്ദേഹം ആ കാര്യത്തിനെ കണ്ടത്. അതായത് ഒരാളുടെ ഇഷ്ടം പറയുന്നു, മനസ്സിൽ ആരോട് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഇഷ്ടം തോന്നാം അല്ലേ. ആ ഇഷ്ടം അനീഷ് വളരെ മാന്യമായിട്ട് പ്രകടിപ്പിച്ചു. അനീഷിൻ്റെ ഭാഗം ക്ലിയറായി. പക്ഷേ അനീഷിൻ്റെ ഭാഗം മൊത്തത്തിൽ ക്ലിയർ ആകണമെങ്കിൽ അനുവിൻ്റെ മറുപടി എന്ത് തന്നെയായാലും തീർച്ചയായിട്ടും അത് അംഗീകരിക്കാനുള്ള ഒരു മനസ്സ്, ഒരു പോസിറ്റീവായിട്ട് അംഗീകരിക്കാനുള്ള ഒരു മനസ്സും കൂടെ അനീഷ് കാണിക്കണം. ഇപ്പോൾ അനീഷ് ഇഷ്ടമാണെന്ന് പറഞ്ഞതുകൊണ്ട് ശരി എനിക്കും ഇഷ്ടമാണ് ഏസ് എന്ന് പറയണം, ഏസ് എന്ന മറുപടി മാത്രമായിരിക്കും അനു പറയുന്നത് എന്ന് നിർബന്ധം പിടിക്കുന്നത്, വാശി പിടിക്കുന്നത് ശരിയായിട്ടുള്ളൊരു നടപടിയല്ല. അപ്പോൾ നമ്മുടെ ഒരുപാടധികം ആരാധകരുള്ള ലാലേട്ടൻ പറഞ്ഞത് നമ്മുടെ ന്യൂ ജനറേഷൻ കുട്ടികളെല്ലാവരും അല്ലെ ആരും ആയിക്കോട്ടെ, ന്യൂ ജനറേഷൻ എന്നല്ല ആരും ആയിക്കോട്ടെ, അത് കണക്കിലെടുക്കണമെന്നും അത് തീർച്ചയായിട്ടും അതിനൊരു വില കൽപ്പിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം അദ്ദേഹം പറഞ്ഞതുപോലെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്കും അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ പറയുന്ന ആ ഒരു ഇഷ്ടം, നമുക്ക് തോന്നിയ ആ ഒരു ഇഷ്ടം അവർക്ക് ഇങ്ങോട്ട് അതേ രീതിയിൽ തന്നെ തോന്നണം, അതേ ഒരു ലെങ്ത്തിൽ അതേ വേവ് ലെങ്ത്തിൽ അല്ലെങ്കിൽ അതേ രീതിയിൽ തോന്നണം എന്ന് പറയുന്നത് തീർച്ചയായും ബാലിശമായിട്ടുള്ളൊരു കാര്യമാണ്. അങ്ങനെ ഒരിക്കലും അങ്ങനെ തോന്നിയാൽ ഭാഗ്യം, തോന്നിയില്ലെങ്കിൽ തീർച്ചയായിട്ടും അത് അംഗീകരിക്കാനുള്ളൊരു മനസ്സും കൂടെ നമ്മൾ കാണിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ വർദ്ധിച്ചു വരുന്ന ഈ അധികം കുറ്റകൃത്യങ്ങളും നമുക്ക് ഇല്ലാതാക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ആസിഡ് അറ്റാക്കും പെട്രോൾ ഒഴിക്കുന്നു, കത്തി കൊണ്ട് കുത്തി പരിക്കേൽപ്പിക്കുന്നു, അതുകൊണ്ട് എന്ത് ലാഭമാണ് ഉണ്ടാകുന്നത്? ആ ഒരു നിമിഷത്തെ ദേഷ്യത്തിന് വേണ്ടി നമ്മൾ ചെയ്യുന്നു, പിന്നീട് പശ്ചാത്തപിക്കുന്നു. അതിലും എത്രയോ ഭേദമാണ് നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ, അവർക്ക് അവരുടേതായിട്ടുള്ള ആംഗിളിൽ നിന്നും കൂടെ നമ്മൾ ചിന്തിച്ച് നോക്കുക. അവരെ അറ്റാക്ക് ചെയ്യുന്നതിന് മുന്നേ, അവരെ ആക്രമിക്കുന്നതിന് മുന്നേ അവരുടെ ഭാഗത്തു നിന്നും കൂടെ ചിന്തിച്ച് നോക്കിയാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താങ്ക് യു ഫോർ വാച്ചിങ്.